നമ്മുടെ കേരളത്തിൽ കിട്ടാത്ത സപ്പോർട്ടാണ് ഞങ്ങൾ തമിഴ്നാട്ടിൽ കിട്ടുന്നത്. ആൾക്കാർ ഞങ്ങളുടെ കയ്യിൽ ചാനൽ മാത്രം വ്ലോഗ് എടുത്തില്ല. ഞങ്ങൾ കേരളത്തിൽ എടുക്കാൻ ഞങ്ങൾക്ക് നാണക്കേടില്ല. ഞങ്ങൾക്ക് ഒന്ന് കുറച്ച് പേടിയായതുകൊണ്ട് ഞങ്ങൾ തമിഴ്നാട് മാത്രം വ്ലോഗ് എടുക്കുകയാണ്. അപ്പൊ മറ്റേ നോക്ക് ഫ്രെയിം പാരുங்க ജി. പക്ഷെ എനിക്ക് ചെറിയ സങ്കടം ഉണ്ട് കേട്ടാ. 2 കല്യാണം എന്നൊക്കെ പറഞ്ഞല്ലേ ആള്. സന്തോഷം 2 കല്യാണം എന്നൊക്കെ പറഞ്ഞു. അയാള് കറക്റ്റ് എല്ലാ ബീറോളും കല്യാണത്തിന്റെ കാര്യം പറഞ്ഞില്ല. നമുക്ക് കല്യാണം മെയിൻ ലക്ഷ്യം എനിക്ക് കല്യാണം. ഇതാണ് തിരുച്ചെന്തൂർ അമ്പലത്തിന്റെ. പക്ഷെ നിഖിലാണ് വളർവായ എന്ന് പറയുന്നത്. അതെനിക്കറിയാം. നിഖിലാണ് ശരിക്കും സൈലന്റ്. നിന്നെ പറയേണ്ടത് ശരിക്കും ഞാൻ അവിടെ ഇരുന്നാണ് എല്ലാവരും കറക്റ്റ് പറഞ്ഞു കൊടുത്തിട്ടോ. ആളെ എനിക്ക് പറഞ്ഞ ആള് കൈ നോക്കി പറഞ്ഞ കുറച്ചൊക്കെ സത്യം തോന്നിട്ടാ. അതല്ല എനിക്ക് ചിരിച്ചിരിച്ചെന്നെ എല്ലാരും വീഴ്ത്തുന്നത്. അങ്ങനെ പറഞ്ഞിട്ടില്ല. അവര് നിൽക്കുന്ന ഒരു ജനതകര് പറഞ്ഞോണ്ടിരിക്കുക, റിലേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. എടാ ആ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ആളിങ്ങനെ കൈയാക്കും. മറ്റേ തത്തമ്മ ചീട്ട് എടുക്കുന്നത് എങ്ങനെയാണല്ലോ, ആളുടെ കൈ നോക്കിയിട്ടാണ്. ആളിങ്ങനെ കൈ ഇങ്ങനെ ആക്കുമ്പോ ശരി, ആളിങ്ങനെ കൈ ഇങ്ങനെ ആക്കുമ്പോ തത്തമ്മ ആളുടെ കൈ നോക്കുക, ചീട്ടെടുത്ത് ആടിയിട്ട ആളുടെ കൈ ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ തത്തമ്മ ഉള്ളിൽ പോയി. ഇതൊന്നും വിശ്വസിക്കണ്ട. നിങ്ങൾ ഞാൻ ടാസ്മാക്കിലെ സർക്കിൾ ഇല്ലില്ല. മറ്റേ പറഞ്ഞ കറക്റ്റാ. ഓട്ട കയ്യാണ് പറഞ്ഞത്. ഫുള്ള് പൈസ പോകുന്നുണ്ടോ? ഇവർക്ക് കൈക്ക് നല്ല ആൾക്കാർ പഠിക്കുന്ന ആൾക്കാരില്ലേ, പോയി പഠിക്കാം. 100 പേരില്ലേ എല്ലാവരും കൊടുക്കാൻ പറ്റും നമുക്ക്? ഇല്ലല്ലോ. അത് ആള് പറഞ്ഞു പോയത്. ആ ചേച്ചി ഒരു കുഴപ്പമില്ലല്ലോ. ആ ചേച്ചി പൈസ പത്താത്തവരോടില്ലേ, അങ്ങനെ ഇവിടെ എല്ലാവരും കൊടുക്കേണ്ടി വരില്ലേ? എന്നാ വയ്യാത്ത കൈയില്ലാത്ത കാലില്ലാത്ത ജോലി ചെയ്യാൻ പറ്റുന്ന ഓക്കെ. ആ ചേച്ചി സത്യം കൊടുത്തിട്ടുണ്ടാവും. 4 കുപ്പിയാ 17 ലക്ഷം ഇല്ലേ? 17 കോടി ബാങ്ക് കാലോ പോയപ്പോ കിട്ടിയെന്ന്. അത് 17 ലക്ഷം 17 ലക്ഷം അല്ലേ എഫ് ഡി ഇട്ടുണ്ട്. 5000 രൂപ മാസം അല്ല ദിവസം 5000 വരെ ഇരിക്കും. അല്ലടാ അത് വിട്, അതിനാൾ പൈസ ഇട്ടുണ്ട്. കൂടാണ്ട് ഇയാളില്ലേ അത് ഫൈനാൻസ് കൊടുക്കുന്നുണ്ട് പൈസ. ആള് സോറി 17 ലക്ഷം എഫ് ഡി അല്ല ഫൈനാൻസ് കൊടുക്കുന്നുണ്ട്. ഫൈനാൻസ് മൊത്തം കൊടുത്തിട്ട് മാസം ദിവസം 5000 രൂപ കിട്ടുന്നത്. പിന്നെ ഡെയിലി 5000 രൂപ പറഞ്ഞു. എനിക്ക് ഒന്ന് ക്യാമറ ഒന്ന് മാറ്ററാ, സിബിട മാറ്ററാ. അറിയില്ല വെറുതെ ചിരിക്കുന്നു. എന്റെ ചാനലിൽ നിന്ന് ഇത് അറിയണോ? ചാനൽ ചോദിച്ചു. എടാ ചാനലിന്റെ എനിക്ക് അറിയണ്ട. നാളെ രാവിലെ റിബൺ കട്ട് ചെയ്യണ്ടേ? അപ്പൊ എന്ത് ചെയ്യും? നാളെ രാവിലെ പിന്നെ വരണോ? അല്ല അപ്പൊ അങ്ങനെ പേരിലാണ്ട് നമ്മൾ റിബൺ കട്ട് ചെയ്യും. അതല്ലടാ നാളെയാ കടലിറങ്ങാൻ പറ്റില്ല. ഇപ്പൊ അവിടെ ഇറങ്ങാൻ പറ്റും. വേണ്ട എന്താണ് ലേറ്റ് അടിക്കുന്നത്? ഇതാണ് കടലിൽ പോകുന്നത്. പോണ്ടിച്ചേരി പോയൊരു ഫീൽ. അവിടെ പോണ്ടിച്ചേരി പോയൊരു ഫീൽ. അവിടെ കടലിന്റെ സൈഡ് ഇങ്ങനെ ഗ്രില്ല് അടിച്ചിട്ടില്ലേ? നല്ല കാറ്റ് ലൈന്. ഇത് എനിക്ക് തോന്നുന്നു ഫുഡിനാണോ? ഫുഡിനായിരിക്കും അത്. ഈ സമയത്ത് എന്താ അത്ര തിരക്ക്? അമ്പലത്തിക്കാരായിരിക്കും. എന്താ അത്ര വലിയ ക്യൂ ആണ്? നമ്മൾ മറ്റേ റൗണ്ട് അടിച്ച് കയറാൻ വേണ്ടി വന്നിരിക്കാണ്.
ഒരാളവിടെ ഇരിക്കുന്നുണ്ട്. എന്താണ് ചോദിക്കാൻ? പുലിത്തൂലടാ. പുലിത്തൂലൊന്നും അല്ലടാ. ആടാ നോക്കടാ ബാഗിന്റെ ഉള്ളില്. അത് മറ്റേ ബാഗാടാ. പുലിത്തൂലിന്റെ ബാഗ് വേറെ. പുലിത്തൂലൊന്നും അല്ല. പുലിത്തൂല് വന്ന ആളെ പിടിച്ച് മാറ്റം കൊണ്ടിട്ടുണ്ടോ? പുലിത്തൂലൊന്നും പുലിത്തോല് അതാ വേറൊരാളും ഇരിക്കുന്നുണ്ട്. ഇവർക്ക് ശരിക്കും നമ്പൂതിരിമാർ അല്ല ഇതാണ് മുനിമാരാ. അത് മറ്റേ ഇവിടെ ശരിക്കും മറ്റേ ആൾക്കാരൊക്കെ അവിടെയാണ്. എല്ലാവരും പ്രാർത്ഥിച്ചു പോകണം. ഇവിടെയൊക്കെ മറ്റേ ഫോട്ടോ എടുക്കാൻ. നമ്മുടെ എൻട്രൻസ് ഉണ്ട് ചോദിച്ചപ്പോ ഇതാണ് മെയിൻ ഇത് കേട്ടോ. തിരുച്ചെന്തൂരിന്റെ മറ്റേത് വന്നുള്ള ഫോട്ടോ. നമ്മൾ പറഞ്ഞ മറ്റേ ലവ് പാലക്കാട് പോലെയൊക്കെ. ഇതാണ് ഫോട്ടോ എടുക്കണം നമുക്ക്. നാളെ രാവിലെ എടുത്താൽ മതി. രാവിലെ എടുക്കാം. ലൈറ്റിൽ നല്ല എടുക്കണില്ല. ക്ലാരിറ്റി ഒക്കെ ഉണ്ട്. സെൽഫി എടുക്കാം നമുക്ക്. സെൽഫി എടുക്കാം. മെയിൻ സ്പോട്ടാണ്. അതുകൊണ്ടാണ് ഫോട്ടോ എടുക്കുക പരിപാടികളൊക്കെ നടക്കുന്നത്. ഇവിടെയാണ് എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കുക. ഇവിടെ ഒരു നല്ല ക്യാമറ അല്ലേ? നീ പറഞ്ഞോ. എന്നെ താലി കെട്ടി ഒഫീഷ്യലായി നിക്കില്. ഒഫീഷ്യലി എന്താണ് ഞാനില്ല. അതെ ഒഫീഷ്യലി എനിക്ക് എന്താണ് താലി ഇട്ട് കൊടുത്തിരിക്കുകയാണ് നിഖിൽ തന്നെ. അതും തിരുച്ചെന്തൂർ നടിയിൽ വെച്ച് ഞാനും ഇവനും കൂടി മിങ്കിളായി റെഡിയായി പോവാണ്. മറ്റേത് പറഞ്ഞ പോലെ ക്യാമറയ്ക്ക് പൊറത്തില്ല. രണ്ടുപേരും ആക്കിയത്. ആ അത് മറ്റേ റൊട്ടേഷൻ കൊടുത്തില്ല. ഫുൾ റൊട്ടേഷൻ. അവിടെ നല്ല തിരക്കട വെക്കി. എവിടെ എന്താ തങ്കത്തേരി വരെയോടാ? വാടാ പോവാ ഷൂട്ട് ചെയ്ത്. തങ്കത്തേര് കാണാം. ഏതാ നിമിഷമല്ല ഞങ്ങളുടെ ഫ്രണ്ടിൽ തങ്കത്തേരി ഉണ്ട്. ബാക്കിൽ കുറച്ചപ്പോൾ കണ്ടിട്ടുണ്ടാവും. ശരി ഫോട്ടോ ഓഫാകട്ടെ. ഇടയിൽ ഞങ്ങള് ഫോട്ടോ എടുക്കാൻ വേണ്ടി ചെക്കൻ നമ്മളെ ചെക്കനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പിടിച്ചു വെച്ചു. ഇതാണ് ഒരു തിരക്ക്. തങ്കത്തേരി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ നിങ്ങൾ കാണിക്കാനുള്ള സംഭവം അത് മേലെത്തി. ഒരു റൗണ്ട് കൂടെ വരും. അപ്പൊ കാണിച്ചു. അതെ അപ്പൊ കാണിച്ചു തരാം. മൈക്കൊക്കെ സൂക്ഷിച്ചോട്ടാ. മറ്റേ മെയിൻ എൻട്രൻസ് ആണ് സംഭവം അമ്പലത്തിന്റെ. ഇതാണ് മെയിൻ എൻട്രൻസ്. ഇവിടുന്ന് ഇങ്ങനെ ആക്കിയിട്ട് അതായത് ഇല്ലേ ബ്രിട്ടീഷുകാർ പോർച്ചുഗീസ് ഫ്രഞ്ച് ആൾക്കാരെന്ന് അറിയില്ല. അവര് മറ്റേ കപ്പലിൽ വരുമല്ലോ. അവരെ പോർട്ടിലാണ് വന്ന് ഇറങ്ങുക. അപ്പൊ അവര് വന്ന് പിടിച്ച സ്ഥലമാണ് ഇത്. അപ്പൊ അവരെന്ത് ചെയ്തു? ഈ അമ്പലത്തിനുള്ളിൽ വന്നിട്ടാണ് അവരുടെ മൊത്തം അടിച്ച് അമ്പലം അടച്ചു. അവർ കൂട്ടി ഉള്ളിലാണ് ഇരുന്നത്. അവര് അത് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അമ്പലത്തിന് പൊളിക്കാൻ പറ്റില്ലല്ലോ. ഇവര് തിരിച്ച് അറ്റാക്ക് ചെയ്യില്ല. അങ്ങനെയുള്ളവര് ഇവിടുത്തെ രാജാവ് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അത് സൂക്ഷ്മമായിട്ട് എത്ര കാലം വരെ അവര് അതിനുള്ളിൽ പിടിച്ചിരുന്നു ഈ അമ്പലത്തിന്. എന്നിട്ടാണ് അവര് ഇതിനുള്ള വിഗ്രഹം കൊണ്ടുപോയിട്ട് എന്താണ് കൊണ്ടുപോയിട്ട് കടലിൽ തള്ളി. പോണ വഴിക്ക് കടലിൽ വീണു. മറ്റേ പൊയിലത് വന്നിട്ട് കടലിൽ വീണു. എന്നിട്ട് ഇവിടെയുള്ള ആള് മറ്റേ ഇവിടുത്തെ നാട്ടുകാരുണ്ടാവുമല്ലോ. നാട്ടുകാരുള്ള ആള് മറ്റേ സ്വപ്നത്തിന് വന്നിട്ട് സ്വപ്നത്തിന് വന്നിട്ട് അങ്ങനെയാ സ്വപ്നം വന്നിട്ട് ഇവിടെയാണ് ഞാൻ ഇരിക്കുന്നത്, ഇതാണ് എന്റെ സ്ഥലം, ഇവിടെയാണ് ഞാൻ മുഴുകിയത് പറഞ്ഞിട്ട് മുരുകൻ വന്ന് പറഞ്ഞു. എന്നിട്ട് ഇയാൾ വന്ന് നാട്ടുകാരുടെ അടുത്ത് പറഞ്ഞിട്ട് എന്താണ് ഇവരെല്ലാം കൂടി സെർച്ച് ചെയ്യാൻ വേണ്ടി പോയി. എല്ലാം കൂടി സെർച്ച് ചെയ്ത് പോയപ്പോ അയാൾ പറഞ്ഞ സ്ഥലത്ത് ആ വിഗ്രഹ കടലിന്റെ അടിയിലുണ്ടായിരുന്നു. ആ വിഗ്രഹം തൂക്കി വെച്ച് കൊണ്ടുവന്ന് വെച്ച വിഗ്രഹമാണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്. അതാണ് ഇപ്പൊ നമ്മൾ കാണാൻ പോണത്. അതുകൊണ്ടാണ് ഇവിടുത്തെ നമ്മ വിചാരിച്ച പോലും തിരുച്ചെന്തൂർ വരാൻ പറ്റില്ല. അതാണ് അതായത് മുരുകൻ വിചാരിച്ചാൽ മാത്രമേ നമ്മൾ ഇവിടെ വരാൻ പറ്റൂ തിരുച്ചെന്തൂർ. അതാണ് ഇവിടുത്തെ ഐതിഹ്യം. പിന്നെ അതിലാണ്ട് 6 പടിയിലും മുരുകനെ തൊഴുതിയിട്ട് നമ്മളെ ഇറങ്ങി പോവുള്ളൂ. ഇവിടെ മാത്രമേ മുരുകനെ തൊഴുതിയിട്ട് നമ്മളെ ഏറി പോവുള്ളൂ. അതായത് മേലെ കയറ്റം കയറി പോവുള്ളൂ. മനസ്സിലായില്ലേ? അതല്ല അതായത് ബാക്കി എല്ലാം 6 പടി മുരുകന്റെ അമ്പലത്തിലില്ലേ. മുരുകനെ കണ്ടിട്ട് മേലെ കയറിയിട്ട് ഇറങ്ങി തൊഴുതിട്ട് ഇങ്ങനെ പോകും. പക്ഷെ ഇവിടെ മുരുകനെ തൊഴുതിട്ട് നമ്മളെ പടി മേലെ കയറി പോകും. മനസ്സിലായില്ലേ? ഫുള്ള് മാറ്റം വരുന്നാണ് പറയാ. അപ്പൊ ഇതാണ് ഇവിടുത്തെ ഷോർട്ട് ഹിസ്റ്ററി. ഞങ്ങളെ തങ്കത്തേര് കാണിച്ചു തരാം. അവിടുന്ന് ഇപ്പൊ കുറച്ച് തിരക്കും കമ്മിയായി. വൃത്തിക്ക് കാണാം. എക്സ്പ്ലോർ ചെയ്ത് കൊടുത്തൂലേ? ഏതുവരെ പോകുന്നറിയില്ല ഈ ക്യാമറ. ഇതാണ് ഞങ്ങൾ പഴനിയിൽ തങ്കത്തേര് കണ്ടിട്ടുണ്ടാവും. അല്ല നമ്മൾ കാണിച്ചു കൊടുത്തില്ലോ. അവിടെ ക്യാമറ അവിടെ ആയിരുന്നില്ലല്ലോ, നമ്മൾ വെളി കൊടുത്തു. അല്ല അതില് മറ്റേ പഴയ വീഡിയോ ഉണ്ടല്ലോ. എന്നാലും ആൾക്കാർ ഗൂഗിളിൽ ഇതിലൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. അതുണ്ടാവും. പക്ഷെ ഞങ്ങൾ നേരിട്ട് ഇതിൽ ലൈവായി ഞങ്ങൾ ഇതിലെ വീഡിയോയിലൂടെ കാണിച്ചത് ഇതാണ് തങ്കത്തേര്. ഏകദേശം ഇതേപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. അവിടുത്തെ ഇതേ സെയിം തന്നെ. പക്ഷെ ഇവിടുത്തെ കുറച്ച് വലുതാണ് ആ കാട്ടി. അതെ അല്ലേ? ഇതാണ് തങ്കത്തേര്. ഇവിടുത്തെ ഫുൾ ഗോൾഡ് ആണ്. ഫുൾ ഗോൾഡ്. പഴനി പോയിട്ട് കാണുമ്പോഴല്ലേ പറയാം. അപ്പൊ അതിനൊരു
അതായത് ഭയങ്കര ക്രൗഡൊക്കെ ആയിട്ട്. ശരി നമുക്ക് നടക്കാം അല്ലേ? ആ. ഗൈസ് ഇതാണ് തങ്കത്തേര് പൈസ ഞങ്ങൾ തങ്കത്തേര് കാണാൻ പറ്റുന്നായിരുന്നു. എനിക്ക് തോന്നുന്നത് തോന്നിട്ട് വന്നിട്ട് ബീച്ചിൽ പോയാൽ മതിയാ? അല്ല ബീച്ചിൽ പോയി ബീച്ചിൽ എന്തായാലും ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം രാത്രിയായി. രാവിലെ ബീച്ചിൽ രാവിലെ തൊഴുതാൻ പോകും. തൊഴുതാൻ പോവല്ലേ? ശരി, വാത്തി കൂടെ അങ്ങനെ പോവാം. അവിടെ ഗ്യാപ്പ് ഉണ്ട്, ആ ഗ്യാപ്പ് കൂടി അങ്ങനെ പോവാം. ഇതിൽ കൂടെ പറയുന്നു. ഫോൺ ഇതൊക്കെ വെക്കണം. ആരെയും ഒരാൾ ചോദിക്കാ, അയാളോട് ചോദിക്കറ. അക്ഷയ് എന്നാ ഫോൺ എങ്കേയാவது വെക്കണമോ உள்ள போகும்போது? கோயிலுக்குள்ள அலௌட் இருக்கானா? அலௌட் இருக்குன்னு நினைக்கிறேன். எல்லாமே பூட்டி இருக்கு. அப்படியா? எந்த வழி போகணும் கோயிலுக்குள்ள என்று? அது பொது தரிசனம் வந்துட்டு என்ன லைன்னு தெரியலண்ணா. அப்படி கேட்டுட்டு போயிடலாம்ல. പോലീസുകാർ ചോദിക്കുകയാണെങ്കിൽ ക്യാമറ കാണിക്കണ്ടാ. അച്ചോട് പോകാൻ ആനയുണ്ടോ അവിടെ? ഇതാ അവിടെ ആനയുണ്ട് കാഴ്ച ഇവിടെ. സൈഡ് വ്യൂ ഒരു റൗണ്ട് കറക്റ്റ് ചുറ്റി വന്നു. നമുക്ക് ഇവനെ കൊണ്ട് ചോദിച്ചാൽ പറഞ്ഞു തരുമോ? ഇവനെ കൊണ്ട് ചോദിച്ചാ പറഞ്ഞുതരും. അവിടെ ആന പോകണ്ട, നിങ്ങൾക്ക് കാണണ്ടോന്ന് അറിയില്ല. എന്താ ചോദിക്കണ്ട? അടുത്ത് ചോദിക്കറാ. അക്ക കോവിലുക്ക് எப்படி போறோம்? தரிசனம் பார்க்க. ஃப்ரீ தரிசனம் அந்த பக்கம் போறோம். பேக் ஏதாவது வைக்கணுமா எங்கேயாவது? அந்த பக்கம் இருக்கு. ரைட்டா? ഫോൺ എല്ലാമേ വെച്ചിട്ട് പോയിരുന്നല്ലേ? ശരി. അവിടെ നമ്മ ബുക്ക് ചെയ്യാൻ പോയില്ലേ? സ്ട്രിക്റ്റ് അല്ല കേട്ടാ. ഇവിടെ അത്ര ഇതല്ലോ അല്ലേ? സ്ട്രിക്റ്റ് അല്ല, കാരണം സാധനം പോയി. ഇതാണ് മെയിൻ മണ്ഡപം തോന്നുന്നു അല്ലേ? മെയിൻ ഇതായിട്ടുള്ളത്. ഇതൊക്കെ റീവർക്ക് ചെയ്ത കാശ് അല്ല, റീവർക്ക് ചെയ്ത് ഇതാക്കി വെച്ചിരിക്കുന്നത്. അല്ലേ? തൂണൊക്കെ തേച്ച് നിർത്തിയേക്കില്ലേ? പെയിന്റ് അടിച്ച് അല്ല, പുതിയതൊന്നുമല്ല, മറ്റേത് ഷേപ്പ് ചെയ്തായിരിക്കും എല്ലാത്തിനും. ലഗേജ് വെക്കണ സ്ഥലം അത് കണ്ടുപിടിക്കണം. അത് അവിടെ തന്നെ. എവിടെ? അവിടെ വന്നു. ഈ ഏതോ ബിൽഡിംഗ് ആണ്. സൈഡ് ഗോപുരം നിങ്ങൾക്ക് വ്യൂ കാണിച്ചു തരാം. എന്റെ മോനെ, ഇതാണ് രാജഗോപുരം. എവിടെ? ആന ആന ആന. ഇതാണ് ഗൈസ് ആന. അവരെന്താ കാണിച്ചു? എന്ത് ചെയ്താലും ആന കൂടെ ഇവിടെ പശു ഉണ്ട്, പക്ഷെ ഇത് ആന. ഇത് പെണ്ണാനയാടാ. പെണ്ണാനയാണ്. പേടിയാണ്. അതെ, ആന എനിക്ക് സ്വപ്നത്തെ ഏറ്റവും കൂടുതൽ എന്നെ പിടിക്കുന്നത് ആനയാണ്. അതുകൊണ്ട് നമ്മൾ ആനയുടെ അടുത്ത് പോവില്ല. എടുത്തിട്ട് വരാം. അപ്പൊ എടുത്തിട്ട് പോയിക്കും. നമുക്ക് പേടിയൊന്നുമില്ല. ഞങ്ങള് പറഞ്ഞ നോക്കി പോട്ടാ, മറ്റേ പോലെ ആവണ്ട. ആനയെ ഫോട്ടോ എടുക്കണ്ടെന്നാ? ആന ആരുടെ ഫോട്ടോ എടുക്കണ്ടാന്ന്? ഫോട്ടോ എടുക്കണ്ട പറയുന്നില്ല. അങ്ങനെയല്ല, എടുക്കാൻ പറ്റില്ല. ചുറ്റി കഴിഞ്ഞാൽ നമ്മ അങ്ങനെ ഓടും അല്ലേ? ആനേന്റെ ഫോട്ടോ എടുക്കണ്ട, ഫോട്ടോ വീഡിയോ എടുക്കണ്ട. അതെ, നിർത്തിയാ? നിർത്തിയില്ല. വാ വെച്ചോ. ഇത് കൊടുക്കണ്ടേ? വാ. മറ്റേ എന്താ പറയാ, ആന ഗോപുരം ഏത്? രാജഗോപുരം. അത്രയും വർഷം മുമ്പ് കട്ടിയതല്ലേ? ഉടമകൾക്ക് മറ്റേ മേലെ ഇത് കണ്ട, അത് ഗോൾഡാണ് മേലത്തത്. ഗോപുരത്തെ മറ്റേ കലശം. ഇത് പകല് അന്യാസീനായിരിക്കും, രാത്രി ഒരു മാതിരിയാണെങ്കിൽ തഞ്ചാവൂർ പോയ പോലെ തന്നെ അല്ലേ? ഗോപുരം വലുത്, ഇത്ര വലിയ ഇത്. ആ കാലത്ത് ഇത്രയും വലിയ സംഭവം പൊക്കിയതാണ് ഈ കടലോരത്തല്ലേ? എങ്ങനെ വന്ന് കട്ടിണ്ടാവുന്ന അറിയില്ല. ഇവര് നമുക്ക് പോവാ, തിരിച്ചു പോവാ. തിരിച്ച് മലക്കോട്ടെ, തിരിച്ച് ശ്രീരംഗം, തിരിച്ചു പോവാ. അല്ലല്ല, തിരിച്ച് നേരെ നമ്മുടെ വണ്ടി നേരെ ട്രെയിൻ, ഇതേ വണ്ടി തിരിച്ച്. അല്ല ഇനിയില്ല, ഇനി അടുത്ത പൊള്ളാച്ചി കഴിഞ്ഞിട്ട് തിരിച്ചു പോവാം. പൊള്ളാച്ചി കഴിഞ്ഞിട്ട് പോവാം. പക്ഷെ വിലക്കായിട്ട് മറ്റേ മുറികളെ തൊഴുത്തിട്ട് വരാവാ. നമ്മ ആളിനെ തൊഴുത്തിട്ടേ നമുക്ക് സമാധാനം ഉള്ളൂ. ബാക്കി ഇത്ര പേരും വന്നത് കഷ്ടപ്പെട്ടത് ആളിനെ കാണാൻ വേണ്ടിയിട്ടാണ്. ബാഗ് എടുത്തില്ലെങ്കിൽ എന്താണ് നേരെ പോവായിരുന്നു അല്ലേ? നമ്മൾ ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്തത്. സെൽഫോൺ കൗണ്ടർ ഇവിടെ ഉണ്ട്. സെൽഫോൺ കൗണ്ടർ, റൂം ബുക്കിംഗ് അവിടെ വന്നില്ല. ബാഗ് കൗണ്ടർ. ഇതാണ് ബാഗ് കൗണ്ടർ. ഇവിടെ എന്താ സംഭവം ഞങ്ങള് മറ്റേത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഒരു മിനിറ്റ്, ഇത് ഓഫ് ആക്കട്ടെ, നിൽക്കടാ. ഇനി ഫുള്ള് ഞങ്ങളെ കയ്യിലെടുക്കുന്നതായിരിക്കും.